സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം മേരിയാണ് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തറിഞ്ഞിട്ട് കാര്യങ്ങൾ ശ്രുതിയോട് പറയാൻ പോണേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. നിൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞ ചില്ലറ കശിയൊന്നുമല്ല. പിന്നെ നിനക്ക് ആ ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള പൈസ തന്നു നിൻ്റെ അമ്മായിമ്മയാണ്. അതുകൊണ്ട് തന്നെ നീ ഈ കാര്യങ്ങളൊക്കെ ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം മുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരാണ് നിനക്ക് തന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കും. നീ ഒന്നുമില്ലാതെ പഴയ ഇവിടെ ശ്രുതിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നീ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒന്നുകൂടെ ആലോചിക്കാൻ പറയാം. നീ എന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറയുകയാണെ. അത് കേട്ട് ശ്രുതിയാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമാണെങ്കിൽ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ മാല കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ രേവതി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും സച്ചിയേട്ടൻ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല, ആകെ മാറിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ സച്ചി നല്ലവനാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നീയല്ലേ വിശ്വസിക്കാമെന്ന്. നീ എല്ലാവരും ചെറിയ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി എന്നും കരച്ചിലും പിഴിച്ചിലായിട്ട് വീട്ടിലേക്ക് വരികയും ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയോ ചെയ്തെന്ന് ചോദിക്കാം. അത് പിന്നെ അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പോഴെല്ലാം മാറിയത്. ഇപ്പോൾ എന്നെ ആരെന്ത് പറഞ്ഞാലും അമ്മ എന്നെ വഴക്ക് പറഞ്ഞാൽ പോലും എനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയാം. പെട്ടെന്ന് ദേവി ചോദിക്കുക, ആണോ? അങ്ങനെയാണെങ്കിൽ റൊമാൻസ് തുടങ്ങി കാണുന്നുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ അത് കേട്ട രേവതി ചോദിക്കുക, നീ എന്താ ദേവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഇതെന്താ കാര്യം? ഞാൻ ചോദിച്ചത് കാര്യമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് ഏട്ടന് എല്ലാ കാര്യം പറയുമെന്നുള്ളൂ എന്ന് പറയാം എന്ന് പറയാം. അപ്പോൾ ഈ സമയമാണെങ്കിൽ ദേവ് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി ഇവിടെ ഇല്ലാട്ടിരിക്കണ്ടേ, ചേച്ചിയാണെങ്കിൽ പോയി അവിടുത്തെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്ക്, ഇവിടെ പൂവട്ടെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ കെട്ടിക്കോളാം എന്ന് പറയാം. അപ്പം ലക്ഷ്മിയാണെങ്കിലും പറയുന്നുണ്ട്, മോളെ നീ അങ്ങോട്ട് ചെല്ലാൻ പറയാം. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രേവതി ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. രേവതി എന്ന് നമ്മുടെ പൂജാരി എടുത്തോട്ട് ചെല്ലുക. അപ്പോൾ ഈ സമയത്ത് തന്നെയാണെങ്കിൽ ചന്ദ്രയാണ് ഓരോരുത്തർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടുകാരൊക്കെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രൻ സുധിയുടെ കല്യാണം ഇവിടെ അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ സുധിയുടെ ജാതകം നോക്കിയപ്പോഴേ അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന്, അതുകൊണ്ടാന്ന് പറയാം. അതുകൊണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും നേരത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് അവൻ ഓടിപ്പോയെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രയ്ക്കാണ് എന്തോ പോലെ ആവുകയാണ്. അപ്പോഴാണ് ചന്ദ്രനാണെങ്കിൽ ഫാമിലി വെക്കുന്നുണ്ട്, എന്തും അടി വന്നവരും പോയവരൊക്കെ എന്നെ ഓരോ അടി തന്നിട്ടാലോ പോകണമെന്ന് പറയാം. എന്ത് പറയാനും എല്ലാം നിൻ്റെ മോൻ കാണുന്നതല്ലേ, ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടുന്ന മേടിച്ചിട്ട് നാളെ ഫാം പറയുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി വന്നാണ് തിരുമേനി സഹായിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട് ചന്ദ്രയാണ് ചോദിച്ചിട്ടുണ്ട്, അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുക. അമ്മേ ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് എൻ്റെ അരങ്ങേറ്റമെന്ന് പറയാം. നിൻ്റെ തർക്കത്തിന് ഒരു കുറവില്ല എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മയ്ക്ക് കണ്ടാൽ അറിയില്ലേ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന്? നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ മാറിയിക്കാൻ പറഞ്ഞുകൊണ്ട് രേവതിയെ മാറ്റി നിർത്തിയിട്ട് ചന്ദ്രനാണ് തിരുമേനി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനിയാണ് സൂക്ഷിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്ര ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാം തെറ്റിപ്പോവുക, കുറേ സാധനം മറിഞ്ഞൊക്കെ വീഴുന്നുണ്ടോ. അപ്പോൾ അത് എന്നോട് തിരുമേനി അങ്ങ് ഇടപെടുവാണ്. എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങളെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഉള്ള കൂടെ കുളമാക്കല്ലേ, എനിക്ക് ഇരട്ടി പണിയാക്കല്ലേ. ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ ചെയ്യേണ്ടത് രേവതിക്ക് നല്ലോണം അറിയാം. രേവതി ഇന്നലെ ചെയ്യാൻ തുടങ്ങിയൊന്നുമല്ല, ഈ അമ്പലത്തിൽ നടന്ന പല വിവാഹങ്ങളുടെ എല്ലാ കാര്യം നോക്കിയത് രേവതിയാണ്. അങ്ങനെയുള്ളപ്പോൾ രേവതിയായി നോക്കിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയാം. അപ്പോൾ അത് കേട്ടോടെ ചന്ദ്രനെ ഫാമയെ കൂട്ടിക്കൊണ്ട് പോവാണ്. കിട്ടിയില്ലേ, വയറ് നിറച്ച് കിട്ടിയപ്പോൾ സമാധാനമായാലും, നീ ഇങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ഫാമിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ചന്ദ്ര വീണ്ടും തിരുമേനി ഇത് ചെറിയ കല്യാണം എന്നല്ല കേട്ടോ, ആ കുട്ടിയാണ് വലിയ വീട്ടിലെ കുട്ടിയാണ്, അതുകൊണ്ട് എല്ലാം മംഗളമായിട്ട് വേണമെന്ന് പറയാം. അപ്പോൾ തിരുമേനിയുണ്ട്, ഭഗവാന്റെ നടയിൽ വലിയ കുട്ടി ചെറിയ കുട്ടിയൊന്നുമില്ല, പണക്കാര് പാവങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് വലിയ കാര്യം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ പൊക്കെ എനിക്കിവിടെ കുറച്ച് കാര്യം വേണമെന്ന് പറയാം. അപ്പോൾ അയാൾ ഫാം പറയുന്നത് കേട്ടോ, ചന്ദ്രൻ എനിക്ക് കിട്ടിയൊന്നും മതിയായില്ലേ, നീ ഇങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് പിന്നെ കാണുന്ന രേവതിയാണ് നമ്മുടെ ഫോൺ എടുത്ത് സച്ചിനെ വിളിക്കുകയാണ്. അല്ല നിങ്ങളിത് എവിടെയാണെന്ന് ചോദിക്കുക. ഞാൻ ഓട്ടത്തിൽ. അല്ല അവിടെ എന്തായിരുന്നു ചോദിക്കുക. ഇവിടെ എന്താ, ഇവിടെ കല്യാണത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, മുഹൂർത്തം ആവാറായി, നിങ്ങളിങ്ങ് വരാൻ പറയാം. അതൊക്കെ ഞാൻ വന്നോളാം. അല്ല നീ വല്ലതും കഴിച്ചോന്ന് ചോദിക്കുക. ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോന്ന ആണോ, എന്നാൽ അവിടെ ഹോട്ടലിൽ പോയി വല്ലതും കഴിക്കുക, നീ ഒന്നും കഴിക്കാതിരിക്കല്ലേ. പിന്നെ അവിടെ ഓടിച്ചാടി നടക്കുമെന്ന് വേണമെന്ന് സച്ച് പറയുകയാണേ. അതെന്താ, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയാം. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ച്, പെട്ടെന്ന് ഇങ്ങ് വരാൻ പറയാം. അച്ഛനോട് പറഞ്ഞേരെ, ഞാനിപ്പോൾ വന്നേക്കാനും പറഞ്ഞ് സച്ചാണ് ഫോൺ വെക്കുവാണേ. അപ്പോൾ ഈ സമയം നമ്മുടെ ശ്രുതിയാണ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാൻ ശ്രുതിനെ വിളിച്ച് കാര്യം പറയാൻ പോവാം മീരെ, ഇനി എന്നെ കൊണ്ട് ഈ ടെൻഷൻ സഹിക്കാൻ വയ്യ. അന്ന് അഭിയും വന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി എങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും, ശ്രുതി എന്നെ എന്തെങ്കിലും കൈ വിടില്ല, എനിക്ക് 100% ഉറപ്പാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണ് ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുകയാണേ. വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എവിടെയാണെന്ന് ചോദിക്കുക. ഞാൻ വീട്ടിൽ. വീട്ടിലോ? ഇത്ര നേരം അമ്പലത്തിലുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് വീട്ടിൽ പോയെന്ന് ചോദിക്കുക. അത് നിനക്കറിയാലോ, പിന്നെ നീ എങ്ങനെ ചോദിക്കുന്നതിന് ശ്രുതി ചോദിക്കുകയാണേ. അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രുതിയോടാണെങ്കിൽ അർജൻറ്റായിട്ട് പറയാനുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുക. എന്താന്ന് ചോദിക്കുക. ആ സമയത്താണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കയറി വരുവാണ്. അതിനോട് ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഫോൺ കട്ട് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയെ ഫാമി ഉണ്ട് കേട്ടോ. വന്നാണെങ്കിൽ മുഹൂർത്തപ്പുടവി ആഭരണങ്ങൾ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ കൊടുക്കുവാണേ. മോളെ ഇത് മുഹൂർത്തപ്പുടവയാണ്, ഇത് ആഭരണങ്ങൾ, ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വേണം മോൾ അങ്ങോട്ട് വരാനായിട്ട്. മോളെ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ, മുഹൂർത്തത്തിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക, ഇനി ഒരുപാട് ലേറ്റ് ആവണ്ട. മോൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് പറയാം. അല്ല മോളുടെ മുഖം എന്നാ വയ്യാതിരിക്കുന്നതെന്ന് ചോദിക്കുക. മോളാകെ ഡള്ളാലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് മീര പറയുന്നത് കേട്ടോ, ഒന്നുമില്ല ആൻറ്റി, അത് പിന്നെ രാവിലെ നേരത്തെ എണീറ്റല്ലേ, പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കൊണ്ടാണ്, വേറെ ഒന്നും അല്ലാന്ന് പറയാം. ആണോ, എന്നാൽ പെട്ടെന്ന് മോൾ ഒരുങ്ങി അങ്ങ് വരാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ പോകാൻ തുടങ്ങുവാണേ. പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ പിടിച്ച് നിർത്തിയിട്ട് ചന്ദ്രയുടെ കാലെ വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചന്ദ്രയെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രയ്ക്ക് സന്തോഷമാവുകയാണ്. ചന്ദ്രനോട് മോളെന്താ കരയുന്നത്, മോള് കരയൊന്നും വേണ്ട, മോൾ എൻ്റെ വീട്ടിലേക്കല്ല വരുന്നത്, മോളുടെ എല്ലാ കാര്യം ഈ ആൻറ്റി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണേ. അപ്പം മീരി വയ്ക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ശ്രുതി എന്നെ സമ്മതിക്കണം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിൻ്റെ അഭിനയത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇങ്ങനെ അഭിനയിച്ചു തീർക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാം. ശ്രുതി പറയുന്നുണ്ട്, നീ പോയി ആ ശ്രുതിയെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറ. ഞാൻ ഫോം വിളിച്ചിട്ടാണെങ്കിൽ പറയാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണെങ്കിൽ വീണ്ടും മീരി വയ്ക്കുന്നുണ്ട്, വേണോ ഇതിപ്പോൾ നീ പറയണമെന്ന് ചോദിക്കുക. പറയണം, ശ്രുതി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോടെങ്കിലും എല്ലാ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ വന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സപ്പോർട്ടായിട്ട് ശ്രുതി എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നീ പോയി ശ്രുതിയെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മീരേനെയാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ഈ സമയം തന്നെയാണെങ്കിൽ രേവതി ആണെങ്കിൽ ഒന്നും കൂടെ സെറ്റ് വിളിക്കുക. അല്ല നിങ്ങളത് എവിടെയാണെന്ന് ചോദിക്കുക. എൻ്റെ പൊന്ന് രേവതി, നീ എന്താ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനങ്ങ് വന്നേക്കാം, അച്ഛനോട് പറ ഞാൻ മുഹൂർത്തത്തിന് മുമ്പ് എത്തിയേക്കാന്ന് പറ. അല്ല അച്ഛൻ പറഞ്ഞിട്ടല്ല ഞാൻ വിളിക്കുന്നത്. പിന്നെ അത് പിന്നെ നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണത്തിന് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? വല്ല സ്വർണ്ണോ പണോ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിക്കുക. പിന്നെ അവൻ എന്ത് കൊടുക്കാനാ, അവൻ്റെ കയ്യിൽ എൻ്റെ 50 ലക്ഷം ഇരിക്കുന്നത്, അതുകൊണ്ട് അവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അല്ല എല്ലാവരുമൊക്കെ വരുമ്പോൾ നോക്കില്ലേ, എല്ലാവരും ചോദിക്കുകയും പറയുകയും ചെയ്യും, അതുകൊണ്ട് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എൻ്റെ വലിയ രേവതി. ഇവിടെയാണെങ്കിൽ ഒരു മാസത്തെ ഡ്യൂ അടയ്ക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ 10 പൈസയില്ല, ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇനി അവനൊരു സമ്മാനം കൊടുക്കണ്ടേ, ഒരാവശ്യമില്ല എന്ന് പറയാം. അല്ല അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്. അല്ല അവൻ്റെ പെണ്ണ് വന്നോ എന്ന് ചോദിക്കുക. അവരും വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്താണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തായാലും ഞാൻ മുഹൂർത്തത്തിന് മുമ്പ് എത്തിയേക്കാന്ന് നീ അച്ഛനോട് പറഞ്ഞേരെ, ഇനി എന്നെ എപ്പോഴും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയാണ് ഫോൺ കട്ടിയാണ്. അപ്പോൾ ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതിനാണെങ്കിൽ ശ്രുതിയുടെ അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല മോളെ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? കല്യാണമൊക്കെ അവിടം വരെ ആയെന്ന് അറിയാൻ വേണ്ടിയില്ല അമ്മ വിളിച്ചതെന്ന് ചോദിക്കുക. നിങ്ങൾ കാരണം ഞാനിപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ല എന്നെ 17 വയസ്സിൽ ഒരു കിളവിന് വേണ്ടി കെട്ടിച്ചു കൊടുത്ത്, അതുകൊണ്ട് കൊച്ചുമായി എൻ്റെ ജീവിതവും പോയി. ഇപ്പോഴാണെങ്കിലോ ഞാനൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നിങ്ങൾ എന്നെ തടസ്സമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടൊന്നും വരരുത്. പക്ഷെ നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ ഞാനാണ് വീട്ടിൽ പോകാനായിട്ട് ഓട്ടോയും വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പറഞ്ഞു വിട്ടാൽ. എന്നിട്ട് നിങ്ങൾ പോയതോ നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക്. അത് പിന്നെ മോളെ എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മോളോട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞില്ലെന്ന് ചോദിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ, ഒന്ന് ഫോം വെക്കാമോ എന്ന് ചോദിക്കുക. അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മോളെ ജമിലാൻ്റെ ചോദിക്കുന്നു കേട്ടോ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം നടക്കില്ലെന്നോ? അങ്ങനെയൊന്നും വരില്ല മോളെ, ഞാനാണ് രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാൽ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആ ദേഷ്യം കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഫോൺ വെച്ച്, എനിക്കാണ് ഇവിടെ ആകെ ടെൻഷനായിട്ടിരിക്കുക, നിങ്ങളെന്നെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിട്ട് കഴിഞ്ഞ് ശ്രുതിയാണ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതാണ് വിമലാൻ്റിക്കാണെങ്കിൽ ആകെ സങ്കടമാവുക. വിമലാൻ്റി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെ. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ മീരാണ് അങ്ങോട്ട് ചെല്ലുവാണ്. മീര എന്ന് പറയുന്നുണ്ട്, അല്ല ശ്രുതി ഡ്രസ്സ് മാറിക്കഴിഞ്ഞു? അല്ല മീര നീ എന്താ ഇവിടെ? അല്ല ഞാൻ വന്നത് ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയോട് എന്തോ അർജൻറ്റായിട്ട് എന്തോ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞ് ഒന്നടം വരെ വരാമെന്ന് ചോദിക്കുക. എന്ത് കാര്യം പറയാനാ? അതെന്തായാലും പിന്നെ ആട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും. അങ്ങനെയല്ല, എന്തോ അർജൻറ്റായിട്ടാണ്, ഒന്നടം വരെ വരാൻ പറയുവാണേ. അപ്പോൾ ഈ സമയമാണെങ്കിൽ ചന്ദ്രയും പാമ്പയും അങ്ങോട്ട് കയറി വരിക. ആ സമയത്ത് മീര അവിടെ നിൽക്കുന്നത് കാണുവാണേ. അപ്പോൾ അവിടെ ചന്ദ്ര ചോദിക്കുക, അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ ശ്രുതിയെ ഡ്രസ്സ് മാറുന്നറിയാൻ വേണ്ടി വന്നാന്ന് പറയാം. അത് നോക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ, നീ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ, ശ്രുതിയുടെ ഡ്രസ്സ് മാറ്റിയാൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറയാം. അപ്പോഴാണ് ശ്രുതി പറഞ്ഞിട്ട്, അത് പിന്നെ അമ്മേ ശ്രുതിക്കാണെങ്കിൽ എന്നോട് എന്തോ അർജൻറ്റായിട്ട് കാര്യം പറയാനുണ്ടെന്ന്, അത് പറയാൻ വേണ്ടിയാണ് മീര വന്നെന്ന് പറയാം. ആണോ? അല്ല ഈ ടൈമിൽ അവൾക്ക് എന്താ നിന്നോടത്ത് അർജൻറ്റായിട്ട് പറയാനുള്ളതെന്ന് ചന്ദ്രനാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലും പേജും ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.